ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്ക് തോന്നിയല്ലോ, അല്ലേ കമല, നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് പറയുക. മാസം നന്ദിനി അവിടെ നിന്ന് ഒരു പോക്കും അങ്ങ് പോയി ചീറ്റിപ്പോയെന്ന് മനസ്സിലായി നന്ദിനിക്ക്. എന്നാൽ പിന്നെ നിങ്ങളുടെ പണി നടക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി. മക്കൾ അവിടെ നിന്ന് നല്ല ധൃതിയിൽ ഭയങ്കര ചുറുചുറുക്കോട് കൂടി ജോലികൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ നിർത്തണ്ട, നമുക്ക് തുടങ്ങാം, വൈകുന്നേരത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞു വേദ. ഞങ്ങൾ റെഡി അല്ല ശ്രീജേ എന്ന് വിശ്വം പറഞ്ഞു. പിന്നെ അവർ ഭയങ്കര സ്പീഡപ്പായിരുന്നു. ഇത് കഴിഞ്ഞു പിന്നെ മുറിയിലിരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിനായകൻ്റെ അടുത്തേക്ക് നന്ദിനി കയറി ചെല്ലുക. ചമ്മി വിളറി വെളുത്ത് കയറി ചെന്നിട്ട് വിനയേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ? അല്ല, നിങ്ങളിത് എന്നാ ചെയ്യുക? നീ എന്താന്ന് കണ്ടില്ലേ, കുറച്ച് കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാ കണക്ക്? എടി, പറഞ്ഞു വെച്ചിരിക്കുന്ന കച്ചവടങ്ങൾ കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള കണക്കാണെന്ന് പറഞ്ഞപ്പം, അയ്യോ മോനെ, അത് മനക്കണക്കാണ്, കണക്കല്ല. ശരിക്കുള്ള കണക്കേ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നന്ദിനി പറയുമ്പോൾ, എന്ത് കണക്കാന്ന് ചോദിച്ചു. അത് ബിസിനസ് കണക്കാന്ന് പറഞ്ഞു. നീ എന്തോന്നാടി പറയുന്നേ? ചെന്ന് നോക്കുക, വിശ്വനും ശ്രീചേച്ചിയും കൂടെ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, എന്നാ ബിസിനസ്സാന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞിരുന്നില്ലേ ശ്രീ പ്രൊഡക്ട്സിൻ്റെ കറിപ്പൊടിയും എണ്ണക്കടിയും ഒക്കെ? അത് അവരവിടെ തുടങ്ങാൻ പോവുക. എല്ലാം ആ വേദയുടെ മേൽനോട്ടത്തിൽ അവൾ ശ്രീജേടത്തേക്ക് വേണ്ടി മുന്നേ ലോൺ ശരിയാക്കി കൊടുക്കുന്നു, മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ നന്ദിനി. ഇന്ന് വിക്രം കിടക്കുന്ന ചായപ്പ് നന്നാക്കി എടുക്കാനേ അവൾ പെയിൻറ്റും ബ്രഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. ഒരു പണി എടുക്കാത്ത വിശ്വേട്ടൻ നിന്നോ ഇരുന്നോ ഉരുണ്ടും കിടന്നു അവിടെ അവിടെ കിടന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാ ആ മുറി വിക്രമത്തിനൊരു സ്മാരകമായി കിടക്കണം, ആരും തൊട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ അവളും വിശ്വേട്ടനും ശ്രീചേർത്തിയും കൂടെ പെയിൻ്റ് അടിക്കുന്നത് കണ്ടപ്പോൾ പക്കളോ പിക്കളാന്നും പറഞ്ഞു ഒരൊറ്റ മലക്കമറച്ചിലും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. വിനായകൻ വായും പിളർന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഒരു മാസ് ഡയലോഗും, എൻ്റെ മക്കൾക്ക് കഴിയാത്തത് എൻ്റെ മരുമകൾ ചെയ്തു. എൻ്റെ പൊന്നോ, കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നിങ്ങളുടെ അച്ഛനെ. അപ്പോഴത്തേക്കും വിനായകൻ ചാടിയും എഴുന്നേറ്റു. എടി എന്നും പറഞ്ഞു. നിങ്ങൾ ചൂടാവണ്ട, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ചിരുത്തിയിട്ട്, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണെന്നും ആ വേദയുടെ ഐഡിയ ആ ചായപ്പ ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഫാക്ടറി ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പം നിങ്ങളുടെ അച്ഛന് അത് അവരുടെ ബെഡ്റൂമായിട്ട് തന്നെ നന്നാക്കി കാണണം. കത്തിപ്പോയതിന് പകരം ഫർണിച്ചർ വരെ ഓഫർ ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞു. മോൻ മലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛനെ എല്ലാം അങ്ങ് മറന്നു. അതേതായാലും നല്ല കാര്യമല്ലേ എന്ന് വിനായകൻ ചോദിച്ചപ്പോൾ, അയ്യടാ, കൈക്കൂലിയും വാങ്ങി അവരെ പിരിക്കാൻ നടന്നിട്ട് ഇപ്പം എന്താ നിങ്ങൾക്കൊരു അനിയൻ സ്നേഹം? എടി ഒന്ന് പതുക്കെ പറയടി എന്ന് വിനായകൻ പറയുക. എന്നിട്ടിപ്പോൾ ബിസിനസ് എവിടെ തുടങ്ങുമെന്ന് ചോദിച്ചു. ചായപ്പിൻ്റെ പുറകിലുള്ള ഷെഡിൽ മതിയിൽ നിങ്ങളുടെ അച്ഛൻ അങ്ങ് തീരുമാനിച്ചു എന്ന് നന്ദിനി പറയുക. ഏതായാലും തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ടെന്ന് നന്ദിനി പറയുമ്പോൾ, ആണോ? ഏതായാലും അത് നന്നായി, വിശ്വൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആയല്ലോ എന്ന് വിനായകൻ പറയുക. നന്ദിനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടി, വേറെ ഒരാളുടെ കീഴിൽ അച്ഛൻ വിശ്വൻ ഇനി നിൽക്കില്ല, ഇനിയിപ്പോൾ സ്വന്തമല്ലേ. വിശ്വേട്ടൻ രക്ഷപ്പെട്ട് കാണാൻ വേദക്കെങ്കിലും സഹായിക്കാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് അങ്ങ് പിടിക്കുന്നില്ല. അതും ശ്രീചേട്ടത്തിൻ്റെ പേരിലായിരുന്നു, വളരെ നന്നായി, ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ വിനായകൻ പറയുക. അപ്പോൾ എന്താടി? അല്ല, ഈ ഇടയായിട്ടേ നിങ്ങൾക്കൊരിത്തിരി കുടുംബസ്നേഹം കൂടി വരുന്നുണ്ടല്ലോ എന്ന് നന്ദിനി ചോദിച്ചു. ഒരുമിച്ച് താമസിക്കുമ്പോഴേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ചെയ്യേണ്ടത് നന്ദിനി, അത്രേ ഉള്ളൂ, നീ അത്ര കണ്ടാൽ മതി എന്ന് വിനായകൻ പറയാം. എന്നിട്ട് കണക്കും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. എന്നാൽ ശരിയെന്ന് പറഞ്ഞു പോണു. എവിടെ പോവാ? അല്ല, അവിടെ വിശ്വനും ശ്രീചേട്ടത്തിയൊക്കെ പെയിൻ്റ് അടിക്കല്ലേ, എന്ന് കാണാം, ഒരു സഹായം നമ്മളും ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ, ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ കോല് ഞാൻ വെട്ടുമെന്ന് നന്ദിനി പറയാം വിനായകനോട്. കാര്യം പുറത്ത് വെച്ച് നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടിയില്ലെന്നൊക്കെ വരും. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ജനാധിപത്യ മര്യാദ. പക്ഷേ അത് അകത്ത സംഗതി വേറെയാ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ പോയി കട്ടിലേക്ക് കയറിയിരുന്നു. നന്ദിനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ജോസഫേട്ടനൊക്കെ വേദയുടെ ജോലി ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വേദയുടെ പ്രൊഫഷൻ ചെയ്യുന്നതിന് ശ്രീനിവാസൻ സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് അവർ വിക്രത്തോട് ചോദിച്ചു. അവളുടെ ജോലി ചെയ്യുന്നതിൽ എനിക്കൊരു തടസ്സവും ഇല്ല, പക്ഷേ ഇപ്പുറത്തെ ശ്രീനി സാറായി പോയില്ലേ എന്ന് വിക്രം പറയുമോ ഇവരോട്. പിന്നെ എടാ, വേറൊരു വക്കീലിനെ വെച്ച് ശ്രീനി സാറിനോട് വാദിക്കാൻ പറയണം നീ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനാണ് വക്കീലിനെ കിട്ടാൻ പ്രയാസമെന്ന് അവരൊക്കെ ചോദിക്കുമ്പം, വക്കീലിനെ കിട്ടാത്ത പ്രയാസമൊന്നുമല്ല എനിക്ക് കൂട്ടാതെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ എനിക്കത് മനസ്സിലായി. തയ്യാറായിട്ടൊരു ശ്രീധരൻ്റെ പരാതിയിൽ ശ്രീനി സാറിനെതിരെ കോടതിയിൽ കേസ് വന്നാൽ വിക്രം അടക്കം കൂട്ടുപ്രതിയാകും. പല കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തി കൊടുത്തതിൽ വിക്രം സ്വാമിക്ക് വലിയ റോൾ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയാം. അപ്പം അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് രാജേന്ദ്രന് തോന്നുന്നുണ്ടോ എന്ന് വിക്രം ചോദിച്ചു. ശ്രീനി സാറിന് വേണ്ടി ചെയ്യേണ്ടി വന്ന് ചെയ്യും,
അപ്പോൾ എന്താ നീ പറയുന്നേ? നീ ഇത് തലയ്ക്ക് ഓളം വെട്ടിയിരിക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ കുറ്റം ഏറ്റെടുക്കല്ല വേണ്ടത്. ശ്രീകാര്യം ശ്രീനിവാസന്റെ പ്രേരണയിൽ ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പസാക്ഷിയാവുകയാണ് വേണ്ടതെന്നുള്ള കാര്യം ഇവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പാപ്പൻ പറഞ്ഞ് ശരിയാണെന്നാട്ടോ എൻ്റെ പക്ഷമെന്ന് അവർ പറയുമ്പോൾ എന്ന് കരുതി ശ്രീനിസാറിന് ഒറ്റ കൊടുക്കണമെന്നാണെന്ന് വിക്രം ചോദിച്ചു. എടാ, ഇതിൽ ഒറ്റിൻ്റെ പ്രശ്നമൊന്നും ഇല്ലടാ, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നെന്ന് മാത്രം. ഞാൻ അവളോടൊന്നുകൂടി ഇന്ന് പറഞ്ഞു നോക്കിയാലോ? വേദ അതനുസരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചു. ഇനി ഈ കാര്യം പറഞ്ഞ് ആ കുട്ടിയുമായി വഴക്കിടേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. ഒന്നാമത് മാലയിട്ട സമയം കൂടിയാണ്. കഴിയുന്നതും ഒരു പ്രശ്നവും ഇല്ലാതെ മല ചവിട്ടി വരാൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ. ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക വിക്രം എന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയെ പോലെയാണ് വേദ നിന്നോട് പെരുമാറുന്നേ. ശരിക്കും നിങ്ങളുടെ കുടുംബാംഗത്തെ പോലെ തന്നെയല്ലേടാ ആ കുട്ടി? അങ്ങനെയല്ലേ ഇന്ന് വരെ നിന്നിട്ടുള്ളൂ. സ്വാമിയുടെ ജീവിതത്തിൽ ആ കുട്ടി ഒരുപാട് മാറ്റം കൊണ്ടുവന്നു. അപ്പോൾ മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. പിന്നെ വിശ്വേട്ടൻ്റെ ഭാര്യയ്ക്ക് സ്വയം തൊഴിലിനുള്ളൊരു വഴി കണ്ടെത്തി കൊടുത്തു. അത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളോട് നമ്മൾ കാണിക്കേണ്ട മിനിമം മര്യാദയില്ലേ? അപ്പോൾ അതൊക്കെ ശരിയാ ജോസഫേട്ടാ. പക്ഷേ ഇങ്ങനെ ഒരു കേസ് തന്നെ ഏറ്റെടുക്കണമെന്ന് അവക്കെന്ത് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് ആ കുട്ടി തേടിച്ചെന്നതല്ലോ, ശ്രീധരൻ തേരായിട്ട് കുട്ടിയെ തേടിച്ചെന്നതല്ലേ എന്ന് ചോദിച്ചു. ആ കേസിൽ വേദയെ ഏൽപ്പിക്കാൻ ചക്രപാണി സാറിന് തോന്നിയത് തന്നെ വേദയുടെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു ഇവർ. പക്ഷെ ശ്രീനി സാറിന് എന്ത് തോന്നും ജോസഫേ? അപ്പോൾ എന്ത് തോന്നിയാലും നീ അത് കാര്യമാക്കണ്ട, അത്ര തന്നെ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുക്കുക. ആ കുട്ടിയുടെ പ്രൊഫഷൻ ആ കുട്ടി ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായ ഒരു കേസ് വന്നാൽ അത് നടത്താൻ പ്രാപ്തിയുള്ള ആളാണ് ശ്രീനി സാറ്. അയാളോട് അത് നടത്താൻ പറയാം, അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ആ കേസ് കാരണം വിക്രം സ്വാമിക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന ഘട്ടം വന്നാൽ വേദ ആ കേസ് ഒഴിയും. കാരണം ആ കുട്ടിക്ക് സ്വാമിയോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം പറയുമോ ഇദ്ദേഹം. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ രാജേട്ടനൊപ്പം തന്നെ അല്ലടാ അനിയൻകുട്ടാന്ന് ജോസഫും പറഞ്ഞു. അപ്പം അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരും ആ ഇത് പറഞ്ഞു. മല ചവിട്ടി വന്ന ആ ഇഷ്ടം അങ്ങ് കൊടുത്തേക്കണം, അങ്ങ് കൊഴുക്കണം. അനാകൃത കുസുമങ്ങൾ പോലെ തന്നെ വിടർന്ന് കൊഴിഞ്ഞു പോകാനുള്ളതല്ല നിങ്ങളുടെ ദാമ്പത്യ പല്ലരി. അത് കായ്ക്കണം. പിന്നെ അതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. മാലയിട്ട് പറയേണ്ട വർത്തമാനോടാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു. മാലയിട്ടത് കൊണ്ടാ അത്രയും നല്ല ഭാഷ ഞാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പച്ചയ്ക്കാൻ പറഞ്ഞേനേന്ന് പറഞ്ഞ് അനിയൻകുട്ടൻ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഇവർ വേദയെ പറ്റി പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ പെയിൻ്റ് അടി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണേ. എന്തായാലും വേദ ഇറങ്ങി പുറപ്പെട്ടത് നല്ല കാര്യമായി, അക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് ശ്രീജ പറഞ്ഞു. ഇവർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആർക്കും ആരെയും അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ കഴിയില്ല ശ്രീജ എടുത്തി. അവരവർക്കും കൂടി ഒരു തോന്നൽ വേണമെന്ന് വേദ പറയുക. ഈ കെട്ടിടം നേരെയാക്കണമെന്ന് വിശ്വേട്ടന് മുന്നേ ഒരു തോന്നൽ ഉണ്ടായതല്ലേ, അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ അന്ന് ഓഫീസിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചു വേദ. അല്ല വിശ്വേട്ടാന്ന് ചോദിച്ചപ്പോൾ അതേന്ന് വിശ്വം പറഞ്ഞു. അവർ നല്ല തകൃതിയായിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വിശ്വേട്ടിന് വിക്രത്തോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നു. പിന്നെ അതുകൊണ്ടാണ് വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാവുന്ന വേദ പറയുമ്പോൾ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുക വേദേ, അവൻ എൻ്റെ കൂടെ അങ്ങനെയല്ലേ വളർന്നത് എന്ന് വിശ്വൻ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരത്തേക്കും കമല അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മക്കളുടെ പണിയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മക്കളെ വരാൻ പറഞ്ഞു. ഇനി കഴിച്ചിട്ട് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ ഇരിക്കാറായി, ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ വരുന്നു അമ്മ, ഇതൊന്ന് തീർന്നോട്ടെ എന്ന് വിശ്വൻ അച്ഛനോട് കഴിച്ചോളാൻ പറയാനും വിശ്വം പറയുക. അപ്പോൾ അതേ അതവിടെ വെക്കി വിശ്വേട്ടാ, അച്ഛൻ വിളിക്കുമ്പോൾ ഒഴിവാ പറയേണ്ട നിൽക്കണ്ട വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പണിയൊക്കെ നിർത്തി ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുന്നു. ഈ സമയത്ത് നമ്മുടെ വിക്രു അവിടെ ഇരിക്കുക. അപ്പോൾ വിക്രുവിൻ്റെ ഫോണിലേക്ക് വേദ വിളിച്ചു. എന്താ വേദാളവേ എന്ന് ചോദിച്ചു കേട്ടോ. ദേ വേട്ട സ്വാമിയാണ്. അപ്പോൾ എന്നാൽ പറയൂ വേതാള വനിത രത്നമേ എന്ന് വിക്രം പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു. എവിടെ എത്തിയെന്ന് ചോദിച്ചു. അച്ഛനിപ്പോൾ ഉണ്ണാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ എന്നെയോ? പിന്നെ അല്ലാണ്ട് എന്നെയാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ അതേ നുണ പറയാൻ നിൽക്കരുത് കേട്ടോ. അമ്മയോട് പറഞ്ഞത് മക്കളോട് ഉണ്ണാൻ വരാൻ പറയാനാണെന്ന് പറഞ്ഞപ്പം അതിനിപ്പോൾ ഞാൻ അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. എപ്പോൾ എത്തുമെന്ന് വേദ ചോദിക്കും കേട്ടോ. അന്നേരം ദേ ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം വേഗം വീട്ടിലോട്ട് പോയിരുന്നു. പറഞ്ഞു തീർന്നില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞു. അപ്പം നല്ല ആളാ. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂറായല്ലോ എന്ന് വേദ പറഞ്ഞു. നീ എന്തിനാ എന്നെ കാത്തിരുന്നത്, നിനക്ക് കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ വയറും വേഷം നിങ്ങളെ കാത്തിരിക്കാൻ എനിക്ക് വട്ടല്ലേ എന്ന് വേദ. അന്നേരം വിക്രമസ്വാമി പെട്ടെന്ന് കൈ കഴുകി ഞാൻ ചോറ് വിളമ്പാവെന്ന് പറഞ്ഞു വേദ. അങ്ങനെ വിക്രം കൈ കഴുകാൻ പോകുമ്പോൾ അല്ല അത് ശ്രദ്ധിച്ചില്ലെന്ന് ചോദിച്ച് കാണിച്ചു കൊടുക്കുക. വിക്രം നോക്കിയപ്പോൾ തൻ്റെ മുറി പെയിൻ്റ് അടിച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നു. ഇതാരാ, ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് വിച്ചുവേണ്ണും ഞാനും ശ്രീചേച്ചിയും കൂടെ അങ്ങ് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീചേച്ചിയുടെ ബിസിനസ് സ്ഥാപനമായിട്ടാണല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് ഇനി എൻ്റെ സ്മാരകമായിട്ട് സൂക്ഷിക്കേണ്ടെന്ന് തീരുമാനിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ച വിക്രത്തോട്. അതുകൊണ്ടാണല്ലോ കത്തിപ്പോയ കട്ടിലിനും അലമാരിക്കൊക്കെ പകരമായി കോണിമുറിയിൽ കിടക്കുന്ന ഫർണിച്ചറൊക്കെ കൊണ്ടുവന്നിടാൻ അച്ഛൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിക്രം അന്തം വിട്ടിങ്ങനെ നോക്കുക. അച്ഛൻ അങ്ങനെ പറഞ്ഞു.
ആ മുറി ഇനി വിക്രമാദിത്യൻ സ്വാമിക്ക് സ്വന്തമാ. ശ്രീജയത്തിയുടെ പരിപാടികളൊക്കെ അതിൻ്റെ പിന്നിൽ ആ ഷെഡിൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു എന്ന കാര്യം വേദ പറയണു. ഇത് കേട്ടപ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷമായി. അപ്പോഴേക്കും ശ്രീജ ഇറങ്ങി വന്നു. മലയ്ക്ക് മാലയിട്ടതോടെ ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ വിക്രം എന്ന് പറയാം ശ്രീജ. ഇനി ഇതുപോലെ അങ്ങ് പോയാൽ മതി കേട്ടോ എന്ന് പറയുമ്പം എന്നാൽ പിന്നെ 365 ദിവസവും മാലയിടേണ്ടി വരുമെന്നും പറഞ്ഞിങ്ങനെ പറയാം. ഞാൻ രണ്ടുപേർക്കും വിളമ്പി വെച്ചിട്ടുണ്ടെന്ന് പറയും. അല്ല നീയല്ലേ കഴിച്ചു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി വിശന്നിരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് ശരിയാണോ എന്ന് വേദ ചോദിക്കുക നമ്മുടെ വിക്രത്തോട്. കഴിച്ചിട്ടേ ഞങ്ങളൂടെ പണിയെടുക്കണം, പെട്ടെന്ന് തീർക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അന്നേരം എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ വൈകിട്ട് 5 മണിക്ക് ഇങ്ങനെ എത്തിക്കോണം, വൈകിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഇന്ന് മാത്രമല്ല ഇനി എന്നും അങ്ങ് പോകണമെന്ന് വേദ വിക്രത്തോട് പറയുവാണ്. മലയ്ക്ക് പോയി വരുന്നത് വരെ നമ്മൾ രാവിലെയും വൈകുന്നേരവും അമ്പലത്തിൽ പോകും. അപ്പോൾ വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയപ്പോൾ കണ്ണു വീഴ്ച നോക്കുമൊന്നും വേണ്ട, ഇനി എല്ലാ ദിവസവും അങ്ങനെ വേണമെന്ന് ഞാനല്ല തീരുമാനിച്ചത്, അച്ഛനാ തീരുമാനിച്ചത്. അച്ഛനോ? അപ്പം ശ്രീജ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ വേദ പറയുന്നത് കേട്ടിട്ട്. അപ്പോഴത്തേക്കും വേദയെ നോക്കിയ ശ്രീജയ്ക്ക് മുന്നിൽ ഇങ്ങനെ കണ്ണിറക്കി കാണിച്ചു വേദ അങ്ങനെ ഇരുന്നോട്ടെ എന്ന്. ഇനി മുതൽ അച്ഛനും മോനും തമ്മിലുള്ള ഇരിപ്പ് വശമൊക്കെ മാറാൻ പോവുകയാണെന്ന് വിക്രം പറഞ്ഞു. ഇനി സ്വാമി മാമുണ്ണൻ വായോ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കയറിപ്പോയി. വിക്രം ഇങ്ങനെ പുറത്തേക്കും ആ മുറിയിലേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തും വാസവനും കൂടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാണും കേട്ടോ. ശ്രീനി വഴങ്ങിയില്ലാലേന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു അവൻ തന്നെ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഇറക്കി വിടുമെന്നുള്ള കാര്യം. ഒറ്റ ചൂണ്ടയിൽ അയാളെയും കൂടെ കുരുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാ, വഴങ്ങില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ഇയാൾ ശ്രീകാന്തിനോട് പറഞ്ഞു. അയാൾക്ക് വിക്രമനോട് അത്രയ്ക്ക് കരുതലുണ്ട് വാസുവൻ സാറേ എന്ന് പറയുമ്പോൾ കരുതലോ? ശ്രീനിവാസന് വിക്രമനോടോ എന്ന് വാസുവൻ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക. ഒരവസരത്തിന് വേണ്ടി അവന് കരുതി വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാണ് വിക്രം. അവന് ഗുണം വരുമ്പോഴേ അവൻ ആ ബലിമൃഗത്തിൻ്റെ ചോരിറ്റിക്കും എന്ന് മാത്രം. അതിനു മുൻപ് അത് നമുക്കാവത്തില്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. എനിക്ക് വിക്രമനോട് വിരോധമുണ്ട്, അത് ഞാൻ വീട്ടുകയും ചെയ്യും. പക്ഷേ ഏത് കണക്കിലാണ് താൻ അവനുമായി തെറ്റുന്നത് എന്ന് ഇയാൾ ചോദിച്ചു. പെങ്ങളെ വിവാഹം കഴിച്ചതിനാണോ ചോദിക്കുമ്പം അതൊരു നിസ്സാരകാരമായി തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സല്ലേ അവനില്ലാണ്ടാക്കിയതെന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, പുറത്തു പറയാൻ ന്യായം കൊള്ളാം, പക്ഷെ വാസുവിൻ്റെ അടുത്ത് അത് വില പോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക. ശ്രീകാന്തിൻ്റെ കള്ളക്കളി ഇയാളും പോകുക. ഒരാൾ കൂടുന്നതിന് മുന്നേ അയാളെ പ്രാഥമികമായി പഠിക്കുന്നൊരു ഏർപ്പാട് എനിക്കുണ്ട്. നേരത്തെ പറഞ്ഞ തറവാട്ടു മഹിമയെ കുറിച്ചുള്ള ആ ഒരു പറച്ചിലും ഉത്കണ്ഠയും ഒന്നും അല്ല ശ്രീകാന്തിനെയും വിക്രമിനും എതിരെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ള കാര്യം ഇയാൾ പറയാം. ശരിയല്ലേന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കൊരു പാലിടാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയോടുകൂടി നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യമെന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ വീണ്ടും ഇയാൾ ചിരിച്ചു. ഞാൻ മാത്രമല്ല അച്ഛനും ഇവനോട് അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണെന്ന് പറയുമ്പം അപ്പം ശരി, വാസുവൻ്റെ ചങ്ങാത്തം നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് വാസുവൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ഈ വാസുവൻ അവിടെ നിന്ന് അങ്ങ് പോണു. ആ സമയത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളെ ആണെന്ന കാര്യം പറഞ്ഞു. അവൾക്കൊരാങ്ങളെയുണ്ട് ദർശൻ, അപ്പോൾ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു. എനിക്ക് അയാളെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ അയാൾ എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. അവനുമായി എൻ്റെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നപ്പോഴാണ് ഇവൻ ഇതുപോലത്തെ ചതി കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിവരങ്ങളെല്ലാം വാസുവനോട് പറയാം. അപ്പോൾ അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അത് താനും ഭാര്യയുടെ അച്ഛൻ ചന്ദ്രശേഖരനും കൂടി അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സകല ഡീറ്റെയിലുകളും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അവളെ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞു. ദർശനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹവും കഴിപ്പിക്കണം, അതല്ലേ എന്ന് വാസുവൻ ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. അത് നടന്നാലേ എനിക്കെന്താണ് ഒരു ഗുണമുള്ളത് എന്ന് വാസുവൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുക. തനിച്ച് പറയണ്ട, എന്തായാലും പോയി അമ്മായപ്പനോടും കൂടി ഒന്ന് ആലോചിക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് വാസുവൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തുമായി കണ്ടു പിരിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പെയിൻ്റ് അടിക്കാം, അപ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു വേദയോട്. ഇനി ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വേട്ടാ അതിനൊന്നും മെനക്കെടണ്ട, അത് നന്ദിനിയെടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വെറുതെ ഇവളുടെ വായിലിരിക്കുന്ന കേൾക്കുന്ന എന്തിനാ മോളെ എന്ന് ശ്രീജ അന്നേരം ചോദിച്ചു. അപ്പോൾ ഇത് ഞാനും വിശ്വേട്ടനും കൂടെ ചെയ്തോളാം, നിങ്ങളങ്ങ് പോയിക്കോളാൻ പറഞ്ഞു വിക്രം. നിങ്ങൾ എന്തായാലും അതിന് മെനക്കെടണ്ട, ഇത് നന്ദിനെ എടുത്ത് ചെയ്തോളൂ എന്ന് വേദ. അപ്പോൾ അവൾ സമ്മതിക്കില്ല വേദ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിപ്പിക്കാനൊരു സൂത്രപ്പണിയുണ്ട്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോയി. വിനായകനെയും അതുപോലെ നമ്മുടെ നന്ദിനെയും വിളിക്കും കേട്ടോ. രണ്ടുപേരും കൂടി ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് ക്യൂടെക്സും മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വിനായകൻ ചേട്ടൻ നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. എന്താ വേദ കാര്യം? ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതെന്താ, ഞാൻ കേട്ട വല്ല കുഴപ്പമുള്ളതാണോ എന്ന് നന്ദിനി ചോദിച്ചു. അതെ,
ചേട്ടനോ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു വേദ വിനായകനെ വിളിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാറി നിൽക്കുന്ന സംസാരിക്കുമ്പോഴത്തേക്കും ചെവിയൊക്കെ വട്ടം പിടിച്ച് നന്ദിനി വന്നു. അപ്പുറം നിന്ന് വിക്രവും അതുപോലെ വിശ്വനും ശ്രീജയും കൂടെ വന്നു. അങ്ങനെ ഇവരെന്തൊക്കെയോ ചെവിയിൽ പറയപ്പോൾ എന്നാണെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ അത് ഞാൻ പറയാമല്ലോ, പിന്നെ എന്നാ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ നിൽക്കുക. പറഞ്ഞാൽ പോരാ, അത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അറിയാലോ. അപ്പോൾ അതൊക്കെ അവൾ ചെയ്തോളൂ എന്നേ വേദ പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ പിന്നെ പെട്ടെന്നാവട്ടെ കേട്ടോ. അത് പറഞ്ഞ് വേദം നിൽക്കും. അപ്പോൾ വിനായകൻ ചെന്ന് നന്ദിനിയോട് ചെന്ന് നീ ചെന്ന് വിക്രത്തിന് മുറി ഒന്ന് അടിച്ചു വരാൻ പറഞ്ഞു. എന്തോന്ന്? ആഹാ, അതാണ് അവൾ ഇത്രയും നേരം മാറ്റി നിർത്തി പറഞ്ഞതെന്ന് ചോദിച്ചു. നേരിട്ട് പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ വഴി അത് ശ്രമിച്ചു നോക്കിയതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. തർക്കിക്കാതെ ഒന്ന് കഴുകു നന്ദിനി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സില്ല എന്ന് നന്ദിനി പറഞ്ഞു. അപ്പോൾ വേദം ഇങ്ങനെ നോക്കുക വിനായകൻ ഇത് ചെയ്യിപ്പിക്കുമല്ലോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചൊക്കെ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകട്ടെ. എല്ലാവർക്കും ടാറ്റാ.